ഇത്രയും നേരം ഇവരൊക്കെ പറഞ്ഞ വാക്കുകളിലൂടെ ഒരു വിഗ്രഹത്തിനെ പോലെ ഉപമിച്ച് നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ കയറ്റി വെച്ച ഒരു മനുഷ്യനെയാണ് ഇപ്പം നമ്മളിവിടെ ആദരിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ടുള്ളത്. നമ്മൾ ഈ കേരളത്തിൻ്റെ പല നിയോജക മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുത എന്ന് വെച്ചാൽ പലരും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ജനപ്രതിനിധികളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, അങ്ങനെയൊക്കെ ഒരു മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ അത്ഭുതം കൂറുന്ന രീതിയിലേക്കൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ കഥ കിടക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് പെരിന്തൽമണ്ണയുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മറ്റൊരു നിയോജക മണ്ഡലത്തിലും 5 വർഷത്തിനുള്ളിൽ ഇത്രയധികം എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ മേഖലകളിലേക്കും പരന്നു കിടക്കുന്ന വികസനത്തിൻ്റെ കഥയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രയധികം ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ 24/7, അതായത് യാതൊരു വിശ്രമവും കൂടാതെ സ്വന്തം നാടിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ അധ്വാനമാണ് ഈ നാട്ടിൽ ഇന്ന് നമ്മൾ കാണുന്ന നേരാവണ്ണം വണ്ടി ഓടുന്ന ഓരോ റോഡുകളും, നേരാവണ്ണം വെളിച്ചം തരുന്ന ഓരോ സ്ട്രീറ്റ് ലൈറ്റുകളും. നിങ്ങൾക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ആശയങ്ങളിൽ ഒന്നാണ് ജനാധിപത്യത്തിൻ്റേത്. പാശ്ചാത്യരായാലും പൗരസ്ത്യരായാലും ചിന്തകരാരും ഇന്നേ വരെ എതിർത്തിട്ടില്ലാത്ത ഒരു ആശയമാണ് ജനാധിപത്യത്തിൻ്റേത്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും സർക്കാരിൽ നിന്നും നമ്മുടെ കേന്ദ്രത്തിൻ്റെ സർക്കാരുകളിൽ നിന്നുമെല്ലാം ഈ ജനാധിപത്യത്തിന് നമുക്ക് ഇന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലായി വെല്ലുവിളികൾ നേരിടുന്നു എന്നത് വസ്തുതാനിഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള അഴിമതികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥകൾക്ക്, കാര്യങ്ങൾക്കെല്ലാം നമുക്ക് തിരിച്ചടി നൽകാൻ കഴിയുന്ന ഒരവസരമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള ഈ തെരഞ്ഞെടുപ്പ്. അതിനെ വളരെ ജനാധിപത്യ ബോധത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും സമീപിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യ ബോധമുള്ള ഒരു നാടാണ് കുഴന്തറയുടേത്, ഏലംകുളത്തിൻ്റേത്. ഇനി നമുക്ക് ഇദ്ദേഹം ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വികസനങ്ങളെ പറ്റി സംസാരിക്കാൻ നമ്മളിങ്ങനെ പെരിന്തൽമണ്ണ മുഴുവൻ പരന്ന് നോക്കേണ്ട അല്ലെങ്കിൽ പരന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വാർഡിലൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാരണം അദ്ദേഹം മറ്റൊരു മതസ്ഥനാണ്, എന്നാൽ പോലും ഒരു മതത്തിനെയും ഒരു ജാതിയെയും ഇന്നേ വരെ വേർതിരിച്ച് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനോ BJP അഥവാ ഭാരതീയ ജനതാ പാർട്ടിക്കോ അവകാശപ്പെടാനില്ലാത്തതാണ് മതങ്ങളെ നോക്കാതെ, ജാതിയെ നോക്കാതെ, മനുഷ്യന്റെ നിറത്തെ നോക്കാതെയുള്ള ഭരണം. അതിന് അദ്ദേഹം അത് വളരെ ശ്ലാഘനീയമായി ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്നതുപോലെയാണ് നമ്മുടെ കടന്നേവങ്കാവ് മഹാവിഷ്ണു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ കടവ് നിർമ്മാണത്തിന് വേണ്ടി 25 ലക്ഷം രൂപയും അതേ അമ്പലത്തിൻ്റെ പൂരപ്പറമ്പ് ചുറ്റുമതിലിന് വേണ്ടി ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപയും, കരുവാഞ്ചേരി പടി റോഡിന് വേണ്ടി 5 ലക്ഷം, പാലത്തോട് സ്കൂൾ പടി റോഡിന് വേണ്ടി 3 ലക്ഷം, 2025-26 ബജറ്റിൻ്റെ ഭാഗമായി എളാട് പള്ളി റോഡിന് ഏതാണ്ട് 25 ലക്ഷം രൂപയോളവും അദ്ദേഹം തൻ്റെ ഈ നാടിൻ്റെ വികസനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് 68 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും മാത്രമായി അനുവദിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി ഈ നാട്ടിൽ നടന്നത് ചെറിയ വികസനങ്ങളല്ല. കൂടാതെ ഇത് അതുപോലെ തന്നെയാണ് നമ്മുടെ കുഴന്തറക്കാരുടെ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്ന നമ്മുടെ ചിറക്കുളം നവീകരണ പദ്ധതി എന്ന് പറയുന്നത്. അതിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് 1 കോടി രൂപയോളമാണ് നമ്മുടെ മണ്ണിലേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 2.5 കോടിയോളം രൂപ അതിനാവശ്യമായി വരും. ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുന്നതോടുകൂടി ഏലംകുളം പഞ്ചായത്തിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രമായി അത് മാറ്റപ്പെടും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിലൂടെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇനിയും ഇവിടെ ജയിച്ചു വരേണ്ടത്
എന്നത്. ഇവിടെ ആരോ പറഞ്ഞതുപോലെ കാന്തപുരം എന്ന പേരിന് പിന്നിലില്ല എങ്കിൽ അദ്ദേഹം പെരിന്തൽമണ്ണക്കാരനല്ല എന്ന് ഒരവസരത്തിലും നമ്മൾ പറയുകയോ ചിന്തിക്കുകയോ ഇല്ല എന്നതൊരു സത്യം തന്നെയാണ്. കാരണം അത്രയധികം മനസ്സിലേക്ക് നമ്മൾ എല്ലാവരും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത്. എപ്പോഴും ചിരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് രണ്ട് മുഖങ്ങളാണുള്ളത് എന്നാണ് പറയുക. രണ്ട് രീതിയിലുള്ള ആൾക്കാരെയാണ് ജനങ്ങൾ എപ്പോഴും നെഞ്ചിലേറ്റുക. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര മസിൽ പിടിച്ച ആൾക്കാർ. രണ്ടാമത്തത് മൂപ്പരെ പോലെ എപ്പോഴും ചിരിച്ചും കൊണ്ടുള്ള ആൾക്കാർ. അപ്പോൾ ശാന്തതയുടെ പ്രതിരൂപം എന്നോണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലകൊള്ളുന്ന അദ്ദേഹം ഒരു തവണ കൂടി, അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന അത്രയും തവണ ഈ നാട്ടിൽ എന്തുകൊണ്ട് ജയിച്ചു വരണം എന്നതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു വിവരണം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ചെയ്ത ഓരോ കാര്യത്തിനും ഈ നാട്ടിലുള്ള ഓരോ മനുഷ്യരും താങ്കളോട് കൃതജ്ഞതയുള്ളവരായിരിക്കും. ഈ നാട്ടിലെ ആളുകൾക്ക് ജനാധിപത്യ ബോധം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ താങ്കളെ പിന്തുണയ്ക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവരും കോണിയടയാളത്തിൽ അദ്ദേഹത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹിക അഴിമതികൾക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധം എന്നോണം രേഖപ്പെടുത്തണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു മിനിറ്റ് ഞാനൊന്നും സംസാരിക്കുന്നില്ല. എനിക്കൊരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവിൻ്റെ കാര്യം പറഞ്ഞാണ് അവാർഡൊക്കെ കിട്ടിയത്. പക്ഷേ ഈ രാത്രിയത്തെ റോഷ്നിയുടെ ഈ അവാർഡിനേക്കാൾ അതിനൊന്നും വിലയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ സ്നേഹമാണ് എനിക്ക് ഈ നാട് നൽകിയത് എന്നതിനേക്കാൾ എന്നെ ഇമോഷണലാക്കുന്ന വേറെ എന്താ വേണ്ടത്? നിങ്ങളിങ്ങനെ ഹൃദയത്തിലേറ്റുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഒരു ജനപ്രതിനിധിക്ക് എന്താണ് കിട്ടേണ്ടത്? ഞാൻ പൂർണ്ണമായും കൃതാർത്ഥനാണ്. ഐ എം വെരി ഹാപ്പി ടു ഓൾ ഓഫ് യു. ഞാൻ ഒരിക്കലും വോട്ട് ചോദിക്കുന്നേയില്ല. ഇനി ഞാൻ വോട്ട് ചോദിക്കേണ്ടതേയില്ല. റോഷ്നിയോട് എൻ്റെ കടപ്പാട് അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക് യു.